ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമമിം ഹൃദിം രമതാ രാമ രാമ സകല ചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദബോധനിധി പാരന്മാരായി വന്നു തനയന്മാരന്നതു കണ്ടൊരു ദശരഥൻ മാനസി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരേവം ഭരതശത്രുഘ്നന്മാർ സ്വാഭിവൃത്യഭാവം കൈക്കൊണ്ടരുദിനം രാഘവനതു കാലമേകത കുതൂഹലാൽ വേഗമേറിടുന്നൊരു തുരകരഥമേറി പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതുണീര ഖഡ്ഗോദയങ്ങളും പൂണ്ടു കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ കരിണഹരി കരിങ്കരടി ഗിരികരഴി ഹരിശാദൂലാദികളമിത്ര വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൽ നിത്യഭുമുഷസ്വാനസുതായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്നിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡ നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീലാചേതസാനിത്യം പരമൻ പരാപരൻ പരബ്രഹ്മമാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യായ അവതാരം ചെയ്തേവം ഭൂമി പാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൽ ഏതസാ വിചാരിച്ചു കാൺകിലു പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതോരാത്മാനന്ദ എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യമനു അയോധ്യയ്ക്കൊരു മാറഴുന്നള്ളിടിനാൽ രാമയായവനിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപമുണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു കഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ട ഭൂപതി ദശരഥനാശു സംഭ്രത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെയ്തെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്നിച്ചു നിന്നു ഭക്ത്യാ സുസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൽ അസ്പക്യമന്നവും നിന്നു വന്നിതു സഫലമായി നിൻ തിരുവടി എഴുന്നള്ളി മൂലം കൃതാർത്ഥാന്തരമായിരുന്നു ഞാനിഹ തപോനിധി. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിടും ദേശം
മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തെന്നു ചിന്തിച്ചെഴുന്നള്ളിയെന്നിപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടു നേരം. ജ്ഞാനാമാവാസ്യത്തോറും പിതൃദേവതാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവകെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പായവനിപതേ രാമദേവനെ അയക്കണം. പുഷ്പകരദൂത്സപുത്രൻ തന്നോടു നിരൂപിച്ച ലക്ഷ്മണനെയും കൂടെ നൽകണമടിയാതെ, നല്ലതു വന്നിടുക നിനക്കു മഹിപതേ കല്യാണമതി കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിശ്രാന്ത നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടാകാന്ത ചൊല്ലിടിനാൻ. എന്തു ചെയ്വതു ഗുരു നന്ദനന്ദനൻ തന്നെ മവ സസ്യ ജീവ ജീവിച്ചിടുന്നല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവദശയാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിടാലയശം നാശം കൂടെ വരുത്തും. വിശ്വാമിത്രൻ എന്തെന്നു നല്ലതിനിപ്പോൾ എന്തെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുൾ ചെയ്തിടുക വേണം. എങ്കിലോ ദേവ ഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മനുഷ്യനല്ല രാമൻ മാനവശിഖാമന്നേ, മാനമില്ലാതെ പരമാത്മാവും സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കലുകൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചതു വൈകുണ്ഠ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥമുന്നം. നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകുമതിഥി കൗസല്യ കേളിൽ നിന്നു വരും കൂടിന്തസ് ഉണ്ടാകുവാനായി ബഹുവത്സ്യാമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മിനി വിഷ്ണു പൂജാധാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭവാനും പ്രതീഷ്കരിച്ചു. നീ വാങ്ങിക്കൊണ്ടാൾ വരമെന്നാൽ പുത്രനായി പിറക്കണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിന്നു രാമനെന്നറിഞ്ഞാലും. പൃഥീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളെല്ലാം ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാൽ ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയായോജന നിയോജനമുണ്ടായി വന്നു. ആഗതനായാൽ വിശ്വാമിത്രപുത്രനും അവർ തമ്മിൽ യോഗം കൂടിടുവതിനെന്നറിഞ്ഞിടേണം നീ. എത്രയും ഗുഹ്യമൃദു വക്തവുമല്ല താനും പുത്രനെ കൂടാതയച്ചിടും മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്നിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു. ഗാഠം ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്ങൾ ഗുണങ്ങൾ വരുവാനായി പോയിനി എന്തു ചെയ്താൽ. ജനകജനനിമാർ ചരണാംബുജങ്കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്നിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്നിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ശാപത്തൂണിരാബാണഖണ്ഡപാണികളായ ഭൂപതി കുമാരന്മാരും കൗശികമുനി യാത്രയുമായി
പ്രാർത്ഥിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്ന് ഒരനന്തരം മന്ദഹാസവും പൂണ്ടരുൾ ചെയ്ത മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾക്കോൾമയിർമാരുള്ള ബാലന്മാരാണല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളെല്ലാം ഉന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളെ അണിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. നിപാസികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടുന്നൊരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിതേ രാമ പോകുമാറില്ലീ വഴിയാരുമേ ഇതുകാലം കാടിതു കണ്ടയോ നീ കാമരൂപിണിയായ താടക ഭയങ്കരീ വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭൂവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമിവളെ നീ. വല്ല ജാതിയുമതീനില്ലൊരു ദോഷമെന്നും മാമുനി പറഞ്ഞപ്പോൾ മെല്ലെയവരു ചെറുഞാണൊലി ചെയ്തു. രാമനല്ലോ ലോകമൊന്നു വിറച്ചതു നേരം ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണ പോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷീണി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം. രാമദേവനുമജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനും ഉപദേശിച്ചു. സലക്ഷണം നിർമ്മലന്മാരാ കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാവ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനവും ചെയ്തു യാത്രയും തുടങ്ങിയൊരാനസ്ഥയും പുലർക്കാലെ ഓക്കിതു സിത്താശ്രമം. വിശ്വാമിത്രനും മുനിമുക്തന്മാരെതിരേറ്റു വന്നിച്ചൊരാരു നേരം രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭഗവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനെന്നും ചെയ്യും. ദുഷ്ടരാം നിശാചാരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ വാണം കൊണ്ടു ഞാൻ തപോനിധി. യാഗവും ദീക്ഷിച്ചിതു കൗശികനും അതുകാലമാഗമിച്ചിരു നക്ഷത്രന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നും സാദ്ര രക്തവൃഷ്ടിയും തുടങ്ങിനരു നേരം. പാരാതെ പണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരിജ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമനെയായൊരു ശരം നേരം. മാരീജനും ഭീതി പൂണ്ടോടിനാൽ എന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. പിന്നനായെന്നോറിയും നേരം യോജനപ്പാഞ്ഞവൻ അർണവം തന്നിൽ ചെന്നു വീണതു. മാരീചനുമന്നോരമവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാത്തവനെ കൊണ്ടു രക്ഷിക്കണേ എന്ന ഭയം പോക്കിനാൽ
ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നതെന്നു തുടങ്ങി മാരീചനും. അറ്റർകുലകാലനാകിയ സൗമിത്രയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവൂന്തഭൂവികളും ഘോഷിച്ചതു നേരം. യക്ഷകിന്നരസിത്ത ചരണഗന്ധർവന്മാർ തൽക്ഷണം കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു. ഉണർന്നാസു കുലനേത്രപദങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ. 23 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തതു 4-ാം ദിവസം പിന്നെ മുനി അരുതുവധാകാലം കളകന്നുള്ളതെന്തും. ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബാംബിക മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരുന്നൊരു പുരാ ഭൂമിപാലേന്ദ്രന്മാരോലർച്ചിതമനുദിനം. ശോണീപാലേന്ദ്രകുലജാതനാകിയ ഭഗവാൻ കാണണം മഹാസത്വമാകിയ ധനുർരക്തം. താപസായേന്ദ്രന്മാരോടി വർണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരോടു കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാതക ഫലദാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീക്ഷേണമുപൈവരുൾ ചെയ്തു. ആശ്രമപദമിതവർക്കുള്ള മനോഹരമാശ്രയയോഗ്യ നാനാ ജന്തു സംവീതം താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മാനസീമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുമരുൾ ചെയ്തു. പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ. പാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലൊരാശ്രമത്തിങ്കിൽ അത്രേ മംഗലം വർത്തിച്ചിടും താപസം വാഴും കാലം. ലോകേശൻ നിജാസുതയായുള്ളൊരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതകമുനീന്ദ്രനും കൊടുത്തു. വിധാതാവും കൗതുകം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ 10 ശുശ്രൂഷ ബ്രഹ്മചാരാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു. ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നി അഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായൊരഹല്യാരൂപം കണ്ടു ദുഷ്ട കുസുമായുധവശനായാൽ ചെന്തൊണ്ടൊരീ വൈമലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പും ആസ്വദിച്ചാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു. ശതമഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം പൂണ്ടു. മുഴുക്കായൽ സന്തതം മനക്കൊമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു. ചിന്തിച്ചാനഗാന്ധനായി വന്നല്ലോ അന്തരാത്മിനി വിശ്രുതേന്ദ്രധൂമനി. ഇപ്പോൾ അന്തരം കൂടാതെയൊരന്തെന്ന് ഓർത്തു ലോകേശാത്മജസുധനന്ദയുടെ രൂപം. നായകൻ കൈക്കൊണ്ടന്ത്യ യാമാദിത്തിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്ധര പൂക്കടഞ്ഞു ജന്തര പരവശായാൽ സുധാമാഹവാഹല്യയെ പ്രാപിച്ചു സംഭ്രമം
സത്തരം പുറപ്പെട്ട നേരത്തും ഗൗതമനും മിത്രനും തന്നോദയമൊടുത്താലെന്നു കണ്ടു. ബദ്ധ സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃതാരാധിക്കു മുനിശ്രേഷ്ഠനെ ബാലാലായപ്പോൾ വിസ്തൃതനായത്രയും വേവത പൂണ്ടു നിന്നാൽ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടില്ലിതീ കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നിന്നല്ലോരാകിതെന്തു ദുഷ്ടാത്മാഭി ചൊല്ലു ചൊല്ലാനെന്തു നീയല്ലമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊണ്ടവനെന്തതു മൂലം നിർലജ്ജനായ ഭവാനെന്തൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞില്ലല്ലോ തവ വൃത്താന്തം പറയുകയിൽ ഭസ്മമാകുവാനിപ്പോൾ ചൊല്ലിതാനന്തരു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനേഹം വല്ലായെല്ലാം അകപ്പെട്ടത് മൂടത്തം കൊണ്ടല്ലോ നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്ര ഭഗവാനി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ക ദുഷ്കർമ്മഫലങ്ങളെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമം പൂക്കളെപ്പോലള്ളഹല്ലയും ബത പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമ ഗൗതമൻ കോപത്തോട് കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു പാരം ദുഷ്ട കൃതമെന്നോട് അവനിന്നു ചൊല്ലിടുവാൻ. ദുഷ്ടാകൃതിയുള്ളൊരു ദുർരമാവാഹൃതം കാമകിങ്കരീ ശിലാരൂപം പൂണ്ട് കൈക്കൊണ്ടു നീ രാമപാദബീജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാര തപവായു മർഷാദികളും സഹിച്ചാഹാരാദികളെയും കൂടാതെ ദീപരാത്രം നാനാ ജന്തുക്കളും ഒന്നും അറിയാതുണ്ടായി വര കാനനദേശേ മതിയാനാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ സംവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദ സംഭോജന സ്പർശമുണ്ടായിടുമ്പോൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പുത്രമാനസയോലയെന്നു ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം ഓക്കാനന്നു തൊട്ടിവിടെ വാണാളിവിടെ അകല്ലയും നിന്തിരുവടി മലരടിച്ചെന്തളിർപ്പൊഴിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷസന്ധാനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാനൊരു പാഷാണാങ്കിനിയായി ഘോരയാൻ തപസോടുമിരുന്ന് വസിക്കുന്ന ബ്രഹ്മനന്ദിയായ ഗൗതമ പത്നിയുടെ കഷ്മളശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവിയെന്ന ഗംഗാഗാദി നന്ദനൻ ദശാരഥിയോടോവം പറഞ്ഞാശ്രു തൃക്കയ്യും പിടിച്ചുട ജാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സെടുത്തിരിക്കും ശിലാരൂപമഗ്രി കൺകന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൽ അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലല്ലയോ. താപസശ്രേഷ്ഠിയായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും ശാപനാശകാരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാമസ്ത്രത്തോടും ശ്രീവത്സവശസോടും സുസ്മിതവക്രത്തോടും ശ്രീവാസാംബുജാതല സന്നിഭനേത്രത്തോടും വാസവന നീലമണി സംഘാശ്രുഗാത്രത്തോടും
വാസവാദ്യമൗര്യ രാഗവാദി പാദത്തോടും 10 ദിക്കുകളുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നരുൾ ചെയ്തതുമോർത്തപ്പോൾ നിർണയം നാരായണൻ തന്നിതു ജഗൽനാഥ നർമ്മജോല വിലോചനൻ പത്മജാമനോഹരൻ ഇത്യാത്മാത്മിനി ചിന്തിച്ചുൽ സ്നാനം ചെയ്തു ഭക്തസത്വരാഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടുന്നാൽ സന്തോഷാശുക്കൾ എഴുതിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തക്കാമ്പിങ്കലേറ്റ വർത്തിച്ച ഭക്തിയോടും മുക്തനാം ചെയ്തു മുഹുരജ്ഞബിത്തത്തോടും വ്യക്തമായൊരു പുളകാഞ്ചി ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗവർണത്തോടും അദ്വൈനാരോഗ്യനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനാദലപ്തമിക്കമായി സ്തുതി ചെയ്താൽ അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാത്മമേയാൽ ജഗന്നാഥ നിന്നെ കാണാനായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മജരുദ്രാദികളാലപേക്ഷിതം പാദ പത്മസംലഗ്നാം സുലേശമിന്നെനിക്കല്ലല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദിരകത്തിലേതിനെത്തുമോ ബഹുകാൽപാകാലമാരധിച്ചാലും ചിത്രമത്രയും തപചേഷ്ടിതം ജഗൽപദേ മർത്യഭാവനേ വിശ്വമോഹിച്ചിടുന്നേപം ആനന്ദമയ രോമാദികായകൻ പൂർണ്ണൻ ന്യൂനാദികേശൂന്യചലനല്ലോ ഭവാൻ തൊൽപാദാംബുജ സുവിത്ര ഭഗീരഥി സർവഭൂഷണ വിരാജികളെല്ലാവരും ശുദ്ധമാക്കിടുന്നതും തൊൽപ്രഭാവത്തെയല്ലല്ലോ സിദ്ധിച്ചനെല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയം ദേഹിതം രാമം ശുദ്ധമൽഭുവീരം സുന്ദരം ധനുർധരം തത്വയം സത്യാത്മാത്യാന്തഹീനം നിത്യമയവയം ഭജിച്ചിടുന്നിനി നിത്യ ഭക്യവ മറ്റാരും ഭജിച്ചിടുന്നെനിക്കില്ല യാതൊരു പാദാംബുജന്മാരായിരുന്നു ഭേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരനും ദാനം ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ അന്നേഹം കീർത്തിക്കുന്നു കൽമഷഹാരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നൊരാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ അദ്വൈകന്യേ വ്യക്തമാകുലൻ വേദ്യ നല്ലൊരാനുകൂലമെന്നാലും വേദാന്ത്യവേദൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പാരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയംഭൂ ജ്യോതിസ കലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഇങ്ങനെ ഭക്തി ഭജിച്ചൊടുന്നേൻ മനസീ ഞാൻ നതേന്ദ്രൻ നിജാമയ ഗുണബിംബധ്യാനി ജഗൽഭൂസ്ഥിതി സംഹാരാദികൾ ചെയ്വനഖണ്ഡങ്ങൾ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു
വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദൻ മമ ഏതസി വസിക്കേണം. രാമ രാഘവ പാദപങ്കജം നമസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരലുനുദയം മാനാർത്ഥം മുന്നിലക്രമക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളായി ലാഭിതം പത്മോപം നിർമ്മലം ശംഖചക്രാകുല മത്സാംഖിതം മന്മനോഹിതം കൽമഷനിവാസനം നിർമ്മലോൽപ്പനം പരമാസ്പദം നമസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായും ഭവാൻ ജഗത്താവിധഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവകാരാത്മാ സാക്ഷിഭൂതനായും ഭവാൻ. അജനായവൻ ഭാവജായവൻ നിരഞ്ജനൻ വാത്സാവാജസാം വിഷമായ ദുരാനന്ദമല്ലോ. വജ്രവജോഭായ ഭേദമന്യേ ജഗന്മയൻ വചനായി വരണമേ വാക്കിനു സദാ മമ. കാര്യകാരണ കർത്യഫല സദാഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവന്മാർക്കലുപോലും അറിയുവാനരലല്ലോ. തന്മയ വിഗമോഹിത ചെയ്തൂന്മനൻ തത്വജ്ഞഹങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവാരജ്ഞാനികൾ. പുറത്തുമകത്തുമല്ലോ വനന്തു നിറഞ്ഞിരിക്കുന്നു നിത്യവും നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ഉത്തനേവകൻ ശാന്തനേവകൻ നിരാകരൻ. തത്വതിഗുണമത്രയുമാം ശക്തിയും വ്യക്തമല്ലോ. തത്വങ്ങതയ്ക്കുള്ളിൽ വാഴും ജീവാത്മനായ നാഥൻ ഭക്തനാം മുക്തിപ്രദനായി യുക്തനായി യോഗപ്രദൻ സക്തനാം ഭുക്തിപ്രദൻ സിദ്ധനാ സിദ്ധിപ്രദൻ തത്വദ്വാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപകൻ നിഷ്കളങ്കൻ നിരഞ്ജൻ നിർഗുണൻ നിശ്ചലഞ്ജൻ നിർമ്മലൻ നിരാതരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനന്ദാനന്ദമൃതവാക്യമൻ പരൻ സത്തമാത്രമാത്മമാ പരമാത്മാ സർവാത്മാ വിഭൂഷിത സച്ചിത് ബ്രഹ്മാത്മാ സർവേശ്വരൻ മഹേശ്വരൻ അച്യുനാദികൻ സർവദേവാമവൻ നിന്തിരുവഴിയുമായത്രയും മൂഢാത്മാവായദ്ധമായുള്ളൊരു ഞാൻ അങ്ങനെയും അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോത്ര ഭൂയോ സമത്ത നമോ നമ. എത്ര കുലാത്രാപി വസിച്ചിടുമെല്ലത്ര നാളും തളിരിടടികളെല്ലാം വരാതൊരു ഭക്തിയുണ്ടാകണമെന്നെനിക്കഴിഞ്ഞതിൽ പരം ഞാൻ അർത്ഥിച്ചിടുന്നയല്ലോ. നമസ്തേ നമോ നമ നമസ്തേ. രാമ രാമ പുരുഷാത്യാക്ഷ വിഷ്ണോ നമസ്തേ. രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ. ഋഷികേശ രാമ രാമ രാഘവ രാമ നമസ്തേ. നാരായണ സന്തതം നമസ്തുതേ. സമസ്തോർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തവതാരവും ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗൽനാഥം. ദിനനായകടൂ സദൃശപ്രഭം രാമം. കരസരായുഗസ്കൃതശാപം കരുണാകരം. കാളജലധ്വപം രാമം കാനന രുചിരാവൃതം രമാവരം.
കനകോജ്ജരരത്നകുണ്ടലഞ്ചിതഖണ്ഡം കമലദലലോല വിമലലോച വിലോചനം കമലോത്ഭവനദം മാനസരമണീടേ പുരുഷോത്സിതം സാക്ഷാത്സരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചിനാശാൽ ഭക്തിയോടെ ലോകേശാത്മാകുല മഹല്യതാനും പിന്നെ ലോകേശ്വരനുജയ പോയതു പവിത്രമായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചൂടനാദിയും തീർത്തു വസിച്ച ഈ നാലഹല്ലയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പൂമാൻ ശുദ്ധനായി കില പാപങ്ങളും നശിച്ചുടൻ പരമബ്രഹ്മം പ്രാപിക്കുമല്ലോ വരുമൈക സൗഖ്യവും മനുജന്മന്മാർക്കു നൂനൻ ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ടു ദ്രാതി ജപിക്കതല്ലോ നല്ല പുത്രന്മാരുണ്ടാമർത്യാദി ജപിച്ചിടലർത്തുമേറ്റമുണ്ടാകും ഗുരു തൽപരകരൻ കനകസ്ഥൈ സ്വരൂപായി ധരണീസുരാഹന്ത പിതൃമാതൃഹാ ഭോഗി പുരുഷാധനമേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യ ജപിച്ചാദരാൽ വണങ്ങുന്നതിൽ സാധിക്കുമല്ലോ മോക്ഷം. ശത്രുഘ്നെ നായിടിൽ പറയണമല്ലോ മോക്ഷം സദൃശഭവിച്ചിടും സന്ദേഹമില്ല ഇതാവും. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യാപൂക്കും തന്നെ കാണണം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം കൊണ്ടു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിടുവെന്നതു കേട്ട നേരം മാനസീ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്നധീരം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോട് മമചാചാരനോട് ഋഷിമവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനു ചന്ദ്രസൂര്യന്മാരെ പോലെ ഭൂപാലേശ്വരാനന്മാരെ കണ്ടു ചോദിച്ചു. നൃപേന്ദ്രനും സന്ദർപ്പൻ കണ്ടു വന്നിച്ചൊടിഞ്ഞി ജഗതക സുന്ദരന്മാര രാമവിവരാണെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവികാരം കൈകണ്ടു കാണാതായിപ്പോൾ വിശ്വാമിത്രനും കേട്ടരുൾ ചെയ്തിടിനാൽ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനായവൻ ലക്ഷ്മണൻ മൂന്നാമൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടെന്നിതു കാലം. താടകം പൂക്കുന്നേരം വന്നൊരു നിശാചാരി താടക എന്നൊരു ബാണം കൊണ്ട് കൊന്നാൻ പേടിയും തീർന്നു. സിദ്ധാശ്രമം പൂക്കും യാഗന്മാടാൽ കൂടാതെ രക്ഷിച്ചിടിനാൽ വഴി പോലെ ശ്രീപാദാംബുജാക്ഷ സൃഷ്ടി കൊണ്ട അഹല്യതൻ പാപവും നശിപ്പിച്ചു. പാപനായി കീഴിനാൽ പരമേശ്വരനായ ചാപത്തെ കാണുവാനുള്ളിൽ ചാരന്മാർ പൂണ്ടു നീയെന്നു കേട്ടിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നോട് വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരൊക്കെ കണ്ടരുൾ പ്രീതി വർത്തിച്ചു. ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുണേ ഈശ്വരന്മാരുടെ ചാപം എന്നതു കേട്ടു ഞാൻ. മന്ത്രി പ്രതപരൻ തന്നോട് കൊണ്ട നേരം ജനകരും കൗശികനോടും എന്നാൽ രാജേന്ദ്രനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരം ദശരഥി വില്ലിതു കുലച്ചുടൻ
വലിച്ചു മുറിച്ചിടിനാൽ വല്ലഭനിപൻ മമ നന്ദനായെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവിതെന്നിക്കിപ്പോൾ വില്ലിക വരുത്തിടും എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു. മന്ത്രി ഇന്ദ്രനും ഹുങ്കാരത്തോട് വന്നു, ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി. മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടിടുന്നോർ കണ്ട സഹസ്രമണി വസ്ത്രധാരിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു. മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൽ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകൈ എന്നു കേട്ടാൽ ചൊല്ലിനാൽ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടാകയില്ലല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോം അടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുള്ള നേരമീരേഴും ഉലകലോകങ്ങളും ഒന്ന് മാറ്റലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതി കൊണ്ടു സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു. വിശേഷരുടെ വിശ്വമഹോത്സരമഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയായ ഭഗവാനെ. ജ്ഞാനസംസാരിഗാഢാശ്രമം ശ്രേഷ്ഠവും ചെയ്തല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽ മുറിയൊച്ച ശേഷ കേട്ട് നടുങ്ങി രാജാക്കന്മാരുകളെപ്പോലെ മൈഥിലി. മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ട് കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശികനും. മൈഥിലി തന്നെ പരിചാരകന്മാരും നിജ മാതാക്കന്മാരോടും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി. സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചതരയാൽ മന്ദവർണ്ണ ജാനനേത്രത്തിനു മുൻപിൽ സത്പ്രഭം വിനീതനായി വന്നുടൻ നേത്രോൽപാലം മാലയിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയിട്ടു മീട്ടിനാൽ മാലയും ധരിച്ചു നീലോൽപക കാന്തി തേടും ബാലകൻ ശ്രീരാമനമേറ്റും വിളങ്ങിനാൻ. ഭൂമി നന്ദനക്കന്നനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകൻ തന്നെ കണ്ടവർകളും ആനന്ദാമുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴുകെ എന്നാശിച്ചും ചൊല്ലിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു പോന്ന നിന്നിരീ കാലങ്ങളാതെയും പുത്രനും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭുവനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപനും താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരുത്തവണ്ണം നിശാവൃത്താന്തങ്ങൾ എഴുതി ചതിച്ചു വിശ്വാശ്രമത്തോടു നടന കൊണ്ടിത് ദൂതന്മാരും. സാകേതപുരി ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകനാധിപൻ കയ്യിൽ കൊടുത്തു പത്രാമതും സന്ദേശം കണ്ടു. പങ്ക്തികന്ദൻ താനും മിനി സന്ദേഹമില്ലിത് പുറപ്പെടുകയെന്നു അരുൾ ചെയ്തു.